ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കാന്ന് പറഞ്ഞാൽ മട്ടൻ്റെ ലിവർ ഫ്രൈ ആണ്. അപ്പോൾ നമ്മൾ മട്ടൻ എടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ ചെറുതായിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് ഇതുപോലെ നമ്മൾ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ചേർക്കുന്ന മസാല എന്ന് പറയുന്നത് ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഇറച്ചി മസാല, പിന്നെ അതിൽ ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ഇത്രയാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ കൈകൊണ്ട് തന്നെ ഇളക്കി നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചേക്കണം. അങ്ങനെ നമ്മളത് റെഡിയാക്കാനായിട്ടുള്ള പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കുറച്ച് അതിലേക്ക് ഇട്ട് അതുപോലെ തന്നെ രമ്പയിലയും കൂടെ അതിലേക്ക് ഇടണം. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഐറ്റം ഉണ്ടാക്കുമ്പോഴെപ്പോഴും ഈ രമ്പയില ചേർക്കുന്നുണ്ട്. അത് രമ്പയില എന്ന് പറഞ്ഞാൽ നല്ലൊരു മണമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇടണം. അത് കഴിഞ്ഞിട്ട് ഒരു 7-10 ചെറിയ ഉള്ളി ചതച്ചത്, അപ്പോൾ അതും കൂടെ അതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈ ഉള്ളിയൊക്കെ ഇട്ടിട്ട് അത് വാടാൻ വേണ്ടി പ്രത്യേകം ഉപ്പൊന്നും ഇടണ്ട. കാരണം വെച്ചാൽ നമ്മൾ നേരത്തെ മട്ടൻ്റെ പീസ് അതിന് മസാല ഇട്ടപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഉപ്പിടണ്ട. അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ആ മസാല തേച്ച് വെച്ചേക്കുന്ന മട്ടൻ ലിവർ എന്ന് പറയുന്നത് ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അതൊന്ന് തുറന്നിട്ടൊന്ന് ഇളകി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്യണം. കുറച്ചെന്ന് വെച്ചാൽ നമ്മൾ ഈ മസാല എല്ലാം ഇട്ട് വെച്ചിരുന്ന പാത്രമല്ലോ, ആ പാത്രം കഴുകിയ വെള്ളം കുറച്ചൊന്ന് ഒഴിച്ചുവിടണം. എങ്കിൽ മാത്രമേ അത് നേരെ വെന്ത് വരത്തുള്ളൂ. അപ്പോൾ കുറച്ചൊക്കെ വെള്ളം എന്ന് പറഞ്ഞാൽ ലിവറിൽ തന്നെ ഊറി വരും. എങ്കിലും നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ തന്നെ അതിൽ നിന്നുള്ള വെള്ളമെല്ലാം ഊറി വരുന്നുണ്ട്. അപ്പോൾ സമയം കഴിയുന്നതോറും അതിങ്ങനെ വറ്റി വറ്റി വന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് ലിവറും വെന്തുകൊണ്ടിരിക്കും. അങ്ങനെ അതിലുള്ള വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ അതിന് മേളിലൊന്ന് തൂറ്റി കൊടുക്കണം. അത് കഴിഞ്ഞൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ലിവർ ഫ്രൈ റെഡിയായി. ഇനി ഒരു 5-10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇട്ടിരുന്നാൽ മാത്രം ഇതുപോലെ നല്ലതുപോലെ കറുത്ത് വരും. അപ്പോൾ സംഭവം റെഡിയായി. ഇനി ഓരോന്നോരോന്ന് പറക്കി തിന്നാൻ അടിപൊളിയാണ്. ഇനിയാണ് ശരിക്കും കഥ തുടങ്ങുന്നത് കേട്ടോ. ഈ പാത്രം കൊണ്ട് ആരും കഴുകി കളയരുത്. ഇതിൽ കുറച്ചൊന്ന് ചോറിട്ട് ആ മസാല എല്ലാം കൂടെ അതിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു പാത്രത്തിലൂടെ എടുക്കണം. എന്നിട്ട് നമ്മൾ ആ റെഡിയാക്കി വെച്ചിരുന്ന ഒരു 5-6 പീസ് ലിവറിൻ്റെ കഷ്ണം അതിലേക്ക് ഇടണം. അതുപോലെ തന്നെ നല്ല കൊച്ചുള്ളിയും അതുപോലെ തന്നെ മുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കട്ടി മോര് അതും കൂടെ അതിലേക്ക് അങ്ങോട്ട് ഒഴിക്കണം. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങോട്ട് കഴിച്ചു നോക്കണം. എന്ത് ടേസ്റ്റാണെന്നറിയാമോ? ശരിക്കും പറഞ്ഞാൽ ഒന്നും പറയാൻ വാക്കുകളില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ മട്ടൺ ലിവറൊക്കെ വാങ്ങി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ പാത്രം കൊണ്ട് കഴുകി കളയരുത്. ഇതുപോലെ കുറച്ച് ചോറൊക്കെ ഇട്ട് ഈ രീതിയിലൊന്ന് കഴിച്ചു നോക്കിയാൽ മതി. വേറെ ഒരു കൂട്ടാനോ ഒന്നും വേണ്ട, സംഭവം സെറ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.